മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ അതിജീവിതയായ അല്ലെങ്കിൽ ഈ യുവതിയുടെ ഐഡന്റിറ്റി, അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തി എന്നുള്ള കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സൈബർ മാധ്യമങ്ങളിലൂടെ, സൈബർ ഇടങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ യുവതിയെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള കേസിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. യുവതിയെ അപമാനിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് സാമൂഹിക മാധ്യമങ്ങൾ, ഫേസ്ബുക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് സൈബർ ഇടങ്ങളിലൂടെയും പരാതി നൽകിയ യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ രാഹുൽ ഈശ്വർ ശ്രമിച്ചു. അതുപോലെ തന്നെ സൈബർ അധിക്ഷേപം നടത്തി എന്നുള്ള പരാതികളിലാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായി പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിലും അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയതിലും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സൈബർ അധിക്ഷേപം നടത്തി വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചു, യുവതിയുടെ വ്യക്തിത്വം, അവർ ആരാണ് എന്നത് വെളിപ്പെടുത്താൻ പല മാധ്യമങ്ങളിലൂടെയും ശ്രമിച്ചു മുതലായ പരാതികളിലാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്.